നമസ്കാരം. കോൺഗ്രസിന് ഇപ്പൊ യുദ്ധം വേണം. നേരത്തെ യുദ്ധം വേണ്ട, ഇവിടെ പ്രധാനമന്ത്രി പാകിസ്ഥാൻ പാവമാണ്, അവരെ അംഗീകരിച്ചുകൊണ്ട്, അവിടുത്തെ ജനതയെ അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കണം, പാകിസ്ഥാന് ജലം നിഷേധിക്കുന്ന അല്ലെങ്കിൽ അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊന്നും നടത്തരുത് എന്നൊക്കെയാണ് കോൺഗ്രസ് പറഞ്ഞത്. അതായത് ഈ പെഹൽഗാം ആക്രമണം ഉണ്ടായതിനു ശേഷം ഇന്ത്യ ഗവൺമെന്റിനെ, ഇന്ത്യയിലെ ജനതയെ പിന്തുണ കൊടുക്കുന്ന ഒരു കാര്യം പോലും, ഒരു സിംഗിൾ കാര്യം പോലും, ഒറ്റ കാര്യം പോലും കോൺഗ്രസ് എന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പം എത്രത്തോളം ദേശവിരുദ്ധവും ജനവിരുദ്ധവുമാണ് ഈ കോൺഗ്രസ് എന്ന പാർട്ടി എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അവർക്ക് അധികാരം വേണം, അവർക്ക് പണം വേണം, അവർക്ക് വിദേശ ചാരന്മാരും വിദേശ ഫണ്ടിങ്ങുകാരുമായിട്ട് അവർക്ക് ബന്ധങ്ങൾ വേണം, അവർക്ക് ഇന്ത്യയെ ഒറ്റുകൊടുക്കണം, അവർക്ക് ഇന്ത്യയെ തകർക്കണം എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ഇപ്പൊ നമ്മുടെ ഒരു വീട്ടിലായാലും ശരി, നമുക്കിപ്പോൾ വീട്ടില് ഇപ്പോൾ അച്ഛനും മക്കളും ഒക്കെ ആയിട്ട് ചിലപ്പം പ്രശ്നങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവുമായി പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ അന്നേരം ആർക്കെങ്കിലും ഒരു വയ്യായിക വരികയാണെങ്കിലോ, അസുഖം വരികയാണെങ്കിലോ, അല്ലെങ്കിൽ ആ വീട്ടിലൊരു പ്രതിസന്ധി ഉണ്ടാവുകയാണെങ്കിലോ, അല്ലെങ്കിൽ ആ വീട്ടിലേക്ക് മറ്റാരെങ്കിലും എന്തെങ്കിലും കടന്നു കയറി എന്തെങ്കിലും ആക്രമിക്കുകയോ എന്തെങ്കിലും പറയുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ വീട്ടുകാരൊക്കെ ഒന്നായി നിൽക്കും. അത് സ്വാഭാവികമായ പ്രകൃതി ദത്തമായ ഒരു കാര്യമാണ്. അത് നാച്ചുറലാണ്. അത് അങ്ങനെ വരികയുള്ളൂ. അത് എന്തു വന്നാലും ശരി. ഞങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും, പക്ഷേ രാജ്യത്തിന് പൊതുവായിട്ടൊരു പ്രശ്നം വന്നാൽ നമ്മൾ തീർച്ചയായിട്ടും അതിൽ ഇടപെടും എന്ന ഒരു നയമാണ് സത്യം പറഞ്ഞാൽ കോൺഗ്രസ് ഒക്കെ സ്വീകരിക്കേണ്ടത്. പക്ഷെ അതല്ല ചെയ്യുന്നത്. അവിടെയും സർക്കാരിനെ കുറ്റപ്പെടുത്തുകയാണ്. പക്ഷേ കശ്മീരിൽ കഴിഞ്ഞ ദിവസം ഫറൂഖ് അബ്ദുള്ള, ഇദ്ദേഹം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന വ്യക്തിയാണ്. ഇദ്ദേഹം ദീർഘകാലം കശ്മീരിലെ ഭരണാധികാരിയായിരുന്നു. ഇയാളുടെ മകനുണ്ട് ഒമർ അബ്ദുള്ള, മുഖ്യമന്ത്രിയായിരുന്നു. ഇയാൾ നാഷണൽ കോൺഫറൻസ് എന്ന പാർട്ടിയാണ്. നാഷണൽ കോൺഫറൻസ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്നാണ് പറയപ്പെടുന്നത്. ഇദ്ദേഹം പക്ഷേ കശ്മീരിലെ സ്ഥിതിഗതികൾ അറിയാവുന്നത് കൊണ്ടാണോ എന്നറിയില്ല, പ്രധാനമന്ത്രിയെയും രാജ്യത്തിന്റെ നടപടികളെയും ഒക്കെ തന്നെ അംഗീകരിച്ചുകൊണ്ട്, അനുകൂലിച്ചുകൊണ്ട്, പിന്തുണച്ചുകൊണ്ട് ഫറൂഖ് അബ്ദുള്ള സംസാരിച്ചു. हम लोगों ने तो पूरा समर्थन प्रधानमंत्री को दे रखा है। उसके बाद तो हमारे साथ कोई सवाल होना नहीं है। प्रधानमंत्री जाए, जाने जो काम करना वो करना है। भैया हमारे पास भी न्यूक्लियर पावर है, उनसे पहले है। मुझे वाजपेयी जी का याद आता है जब मैं उनके साथ गया था पोखरण, तो उन्होंने वहाँ कहा था कि हम लोग कभी इसका इस्तेमाल नहीं करेंगे जब तक कोई और हमें जोर नहीं करे, हम पे पहला वॉर नहीं करेगा। हिंदुस्तान ने कभी भी आक्रमण पहले नहीं किया है, वहीं से आया है और हमने जवाब दिया है। आज भी हम लोग इस्तेमाल नहीं करेंगे। अगर वो इस्तेमाल करना चाहेंगे तो हमारे पास वो है। खुदा करे कि ऐसी बात ना हो। कहाँ गायब है? मुझे नहीं, मैं समझता हूँ दिल्ली में है, पता नहीं मुझे और सही। തീർച്ചയായിട്ടും നമ്മളതിനെ അംഗീകരിക്കുന്നു. ആ ഒരു നടപടിയെ നമ്മൾ അംഗീകരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ കേട്ടു. പ്രധാനമന്ത്രി ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യും. സമ്പൂർണ്ണമായും പിന്തുണ കേന്ദ്ര സർക്കാരിനും സൈന്യത്തിനും ഒക്കെ തന്നെ ഉണ്ടാകും. കശ്മീരിലെ സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ട് അതിന്റെ ബാക്കി കാര്യങ്ങൾ, അതിന്റെ നടപടികളൊക്കെ തന്നെ നടത്താൻ തീർച്ചയായിട്ടും പ്രധാനമന്ത്രി ശ്രദ്ധിക്കും. അതിന്റെ ഭാഗമായുള്ള നടപടികൾ, ചർച്ചകളൊക്കെ തന്നെ ഇപ്പോൾ നടക്കുകയാണ്. തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഫറൂഖ് അബ്ദുള്ള പറഞ്ഞത്. തീർച്ചയായിട്ടും ഫറൂഖ് അബ്ദുള്ള പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പൂർണ്ണമായും മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നു. അതങ്ങനെ തന്നെ വേണം. ഒരു വീട്ടിലോ അല്ലെങ്കിൽ ഒരു രാജ്യത്തോ അല്ലെങ്കിൽ ഒരു പ്രദേശത്തോ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവിടെയുള്ളവർ എല്ലാവരും ഒരുമിച്ച് നിൽക്കുക. എതിരെ വരുന്ന ആളിനെ, അല്ലെങ്കിൽ നമ്മളെ തകർക്കാനും നമ്മളെ ആക്രമിക്കാനും വരുന്ന ആളുകളെ നമുക്ക് ഒറ്റക്കെട്ടായി നേരിടണം. ഒരു രാജ്യം ഒന്നടങ്കം ഒറ്റക്കെട്ടായി നേരിടണം എന്നുള്ള ആ ഒരു തത്വശാസ്ത്രം, ഞാൻ നേരത്തെ പറഞ്ഞ പ്രകൃതി ദത്തമായ ആ ഒരു തത്വശാസ്ത്രത്തിൽ ഊന്നിക്കൊണ്ടാണ് ശ്രീ ഫറൂഖ് അബ്ദുള്ള സംസാരിച്ചത്. അത് നമ്മൾ അംഗീകരിക്കുന്നു. നമുക്ക് അദ്ദേഹത്തിന്റെ പാർട്ടി, ഇപ്പം നമുക്ക് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടായേക്കാം, പക്ഷേ ഒരു പ്രതിസന്ധി വരുമ്പോൾ ഒരുമിച്ച് നിൽക്കുക എന്ന ആ ഒരു നീതിബോധം ആ മനുഷ്യൻ കാണിച്ചു എന്നത് ശ്ലാഘനീയം തന്നെയാണ്. അത് തീർച്ചയായിട്ടും അത് നമ്മൾക്ക് നൽകുന്ന ഒരു പിന്തുണ തന്നെയാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് നൽകുന്ന ഒരു പിന്തുണ തന്നെയാണ്. രാഷ്ട്രീയമായി എതിർപ്പുകളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിലും ഒരു രാജ്യത്തിന് ഒരു പ്രതിസന്ധി, പ്രശ്നം വരുമ്പോൾ ഒറ്റക്കെട്ടായി നിൽക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ് എന്ന് ചൂണ്ടിക്കാട്ടുന്നതായിരുന്നു ഫറൂഖ് അബ്ദുള്ളയുടെ വാക്കുകൾ. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ,
പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ. Partner EduBix Online Executive Education. Focus Physiotherapy Center Pattam. Unnat Engineering Gujarat. Tirthayatra.com. Iron Build Gujarat. PRS Hospital Killipalam Thiruvananthapuram. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം.